മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന വനിതാ ജിംനേഷ്യത്തിലേക്ക് കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് വാട്ടർ പ്യൂരിഫയർ വാങ്ങിയതിൽ ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രചരിപ്പിക്കുന്നത് പോലെ 2 വാട്ടർ പ്യൂരിഫയർ വാങ്ങിയിട്ടില്ലെന്നും ഒന്നിന് 54,011 രൂപ വില കൊടുത്തു എന്നതും തെറ്റാണ്. പരമാവധി വിൽപ്പന വില 15,000 രൂപയുള്ള വാട്ടർ പ്യൂരിഫയർ ഒരെണ്ണം മാത്രമാണ് വാങ്ങിയതെന്നും അതിന് ആകെ 11,540 രൂപയാണ് ചെലവഴിച്ചതെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ സംഖ്യ രേഖപ്പെടുത്തിയപ്പോൾ സംഭവിച്ച ക്ലറിക്കൽ പിഴവ് മൂലമാണ് 54,011 എന്ന് കാണിച്ചതെന്നും വസ്തുത മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതെന്നും CC ബിജു പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേഫ്, KR റിനി, പഞ്ചായത്ത് അംഗങ്ങളായ PS അംബുജാക്ഷൻ, KR ശശികുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്ന ഉപകരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ ശരിയായ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായും ഇന്ന് ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തുടർച്ചയായി 2 വർഷക്കാലം LDFിൻ്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ആ കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള വനിതാ ജിം എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമായ കോടാലിയിൽ സ്ഥാപിക്കുന്നത്. വാട്ടർ ഡിസ്പെൻസർ വാങ്ങാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയാണ്. അത് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ICDS സൂപ്പർവൈസർ നിർവഹണം നടത്തുന്ന പദ്ധതിയാണത്. ആ ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ICDS നിർവഹണം നടത്തിയ ഉദ്യോഗസ്ഥ അതുമായി ബന്ധപ്പെട്ട് അവിടെ വാട്ടർ ഡിസ്പെൻസർ എന്ന് പറയുന്ന ഇത് വാങ്ങാൻ വേണ്ടി